എറണാകുളം ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ ശുചിമുറിയിൽ ലഹരി ഉപയോഗം വ്യാപകം എന്നതാണ് ആ റിപ്പോർട്ട്. ശുചിമുറിയിൽ അതെ. ഫ്ലഷ് ടാങ്കിൽ ലഹരി കുപ്പികളും സിറിഞ്ചുകളും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സിറിഞ്ചുകളുടെയും ലഹരി കുപ്പികളുടെയും ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. എവിടെയൊക്കെ ഇടങ്ങളിലാണ് ഈ ലഹരി ഉപയോഗവും അവരുടെ കണ്ണികളും പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക. ശ്യാംകുമാർ അതിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, നമ്മളിപ്പോൾ ഉള്ളത് ശാസ്താംകോട്ട കായൽ തൊട്ടടുത്താണ്. ഇവിടെ DB കോളേജിന് തൊട്ടടുത്തുള്ള മുളങ്കാട്ടിൽ അവിടുത്തെ ലഹരി ഉപയോഗവും അവിടുത്തെ അനാശാസ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടുത്തെ നാട്ടുകാരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ കൊച്ചിയിൽ നിന്നും ഇത്തരമൊരു വാർത്ത വരുന്നത്. അതായത് KSRTC ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ പോലും ഈ ലഹരി മാഫിയകളുടെ പ്രവർത്തനമുണ്ട് എന്നുള്ളതാണ്. എന്താണ് എനിക്ക് തോന്നുന്നത്? ഈ ശുചിമുറിയിലാവുമ്പോ അത്ര പരിശോധന ഉണ്ടാകില്ലല്ലോ, അതുകൊണ്ട് അവിടെ ഒളിപ്പിച്ചു വെക്കുന്നതാകാം. മെസ്സേജ് പാസ് ചെയ്യും. അതായത് ഈ സാധനം ഇന്ന എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി എടുത്താൽ മതി. അതിൽ നിന്ന് പിടിയിലാവാതിരിക്കാനുള്ള ടെക്നിക് കൂടിയാണ്. ശ്യാം, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇവിടെ ആലുവയിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ ലഹരിക്കെതിരായ പരിശോധനകൾ കർശനമാക്കിയതോടെയാണ് ലഹരി ഉപയോഗിക്കുന്നവർ പുതുവഴികൾ തേടുന്നത്, പുതിയ ഒളിത്താവളങ്ങൾ തേടുന്നത്. അങ്ങനെയാണ് ആലുവ KSRTC സ്റ്റാൻഡിൻ്റെ പുതിയ ശുചിമുറികൾ അവരുടെ സങ്കേതങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്ലഷ് ടാങ്കുകൾ തകരാറിലായപ്പോൾ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് ഉപയോഗിച്ച ശേഷമുള്ള സിറിഞ്ചുകളും ഈ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന ചെറിയ കുപ്പികളുമടക്കം ഫ്ലഷ് ടാങ്കിനുള്ളിൽ നിറച്ച നിലയിൽ കണ്ടെത്തിയത്. അത്തരത്തിലുള്ള നിരവധി കുപ്പികളും സിറിഞ്ചുകളുമാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. ഇത് എക്സൈസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ അനുജ പറഞ്ഞ പോലെ തന്നെ ശുചിമുറികൾ ആണ് എന്നുള്ളത് ഇവരൊരു മറയാക്കുകയാണ്. അതിനുള്ളിൽ കയറിയാൽ ലഹരി ഉപയോഗിക്കുകയാണോ എന്നുള്ളത് ആർക്കും പരിശോധിക്കാൻ സാധിക്കില്ല. ഇതുതന്നെയാണ് ലഹരി മാഫിയ മറയാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് KSRTC സ്റ്റാൻഡ്. ആലുവ പോലുള്ള ഒരു നഗരത്തിലെ KSRTC സ്റ്റാൻഡാണ് ഈ ലഹരി മാഫിയ പരസ്യമായി ഇത്തരത്തിലുള്ള നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഇടത്താവളമാക്കുന്നത് എന്നുള്ളതാണ്. ശ്യാംകുമാറാണ് ആ വാർത്ത നൽകിയത്. അപ്പോ അതാണ് KSRTC ബസ് സ്റ്റാൻഡിനകത്താണ്, അതാണ് അവിടെയാണ് ഈ ശുചിമുറി. ഇപ്പൊ എവിടെയാ ഇല്ലാത്തെന്ന് ചോദിച്ചാൽ മതി. കാരണം എനിക്ക് അത്ഭുതം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയാത്തതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇത് പടർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി കൂടുതൽ പാടാവും. നമ്മുടെ ആഗ്രഹം, നമ്മൾ കാസർഗോഡ് 30 ദിവസം കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് ഈ ചേട്ടന്മാര് കേരളം വിട്ടു പോകണം. നമ്മുടെ ഈ മനോഹരമായ മണ്ണ് നശിപ്പിക്കാൻ നമ്മളിവരെ അനുവദിക്കില്ല.